നമസ്കാരം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 20 സീറ്റും നേടി UDF ചരിത്ര വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എല്ലാ നിയന്ത്രണവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ PV അൻവർ നടത്തിയ അത്യന്തം ഹീനമായ പ്രസ്താവന മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് ഹീനവും ക്രൂരവും നിലവാരവുമില്ലാത്ത പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയത്. മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുന്നിലേക്ക് കള്ള് വാങ്ങിക്കൊടുത്ത് ചട്ടമ്പികളെ അയച്ച് അസഭ്യവർഷം നടത്തുന്നതിന്റെ ആധുനിക കാലത്ത് പുനരവതരണമാണ് PV അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത്. വാക്കത്തിയോടും കോടാലിയോടുമല്ല, അതുപയോഗിച്ച് വെട്ടുന്നവരോടാണ് പോരാടേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയനോടാണ് പോരാടേണ്ടത്. ചിലർക്ക് നെഗറ്റീവ് വാർത്തയായാലും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാൽ മതിയെന്നും സതീശൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോൾ തന്നെ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. ഇത് BJPയുമായി ഉണ്ടാക്കിയ ധാരണയാണ്. BJP ഭയന്നാണ് പിണറായി ഭരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്ന പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. BJPയെ സുഖിപ്പിച്ച് കേസുകളിൽ നിന്ന് രക്ഷ തേടാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ BJP പിണറായി ഭയപ്പെടുത്തുകയാണ്. താൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി വിമർശിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മോദിയും BJPയും സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. രാഹുൽ ഗാന്ധിയെ മാത്രമല്ല, ആ കുടുംബത്തെ ഒന്നാകെയാണ് CPM അപമാനിച്ചത്. രാജീവ് ഗാന്ധിയോടും സോണിയാഗാന്ധിയോടുമുള്ള ക്രൂരമായ അപമാനമാണിത്. ഇതേ അൻവറിനെ ഉപയോഗിച്ച് പിണറായി വിജയൻ എനിക്കെതിരെ 150 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസ് കോടതി കൊട്ടയിലിട്ടു. ആർക്കെതിരെയും എന്തും പറയിപ്പിക്കാവുന്ന ആയുധമാണ് അൻവർ. അയാളെ ഞാനൊന്നും പറയുന്നില്ല, കാരണം മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ന് വിശ്വോത്തര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനവും ചരമദിനവുമാണ്. മാക്ബത്ത് ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. ഇതിന് സമാനമായ സാഹചര്യമാണ് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രി വിഷം ചീറ്റുകയാണ്. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനമാണ് പരസ്യമായി വഷിപ്പിച്ച ഭരണകർത്താക്കളെക്കുറിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. വടകരയിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ വൈകാരിക പ്രകടനത്തോട് കൊണ്ടുവന്ന നുണബോംബ് ചീറ്റിപ്പോയി. അവസാനം LDF സ്ഥാനാർത്ഥി തന്നെ അത്തരമൊരു വീഡിയോ ഇല്ലെന്ന് പറഞ്ഞിട്ടും വീഡിയോ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിൽ കൂടിയാണെന്നാണ് MV ഗോവിന്ദൻ ഇന്നും പറഞ്ഞത്. അതിനെ നിയമ നടപടി സ്വീകരിക്കും. വാ തുറന്നാൽ എന്തും പറയുന്ന ആളാണ് ഗോവിന്ദൻ. ഇല്ലാത്ത പോസ്റ്ററും വീഡിയോയും വടകരയിലെ LDF സ്ഥാനാർത്ഥിയുടെ PR ഏജൻസി ഉണ്ടാക്കേണ്ട അവസ്ഥയിലാണ്. ഷാഫിയെ തോൽപ്പിക്കാൻ വേണ്ടി വൈകാരികമായിട്ടാണ് സംസാരിച്ചത്. ഇപ്പോൾ പറയുന്നു കരഞ്ഞതല്ല, പൊടിയുടെ അലർജിയാണെന്ന്. എന്തൊരു കാപട്യമാണിത്. എന്നിട്ടും വടകരയിൽ നടന്നത് തെമ്മാടിത്തമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചീറ്റിപ്പോയ പടക്കവുമായി കുട്ടി നിൽക്കുന്നത് പോലെയാണ് ചീറ്റിപ്പോയ പടക്കവുമായി ഇന്ന് പിണറായി വിജയൻ നിന്നത്. ചീറ്റിപ്പോയതിന്റെ വിഷമമാണ് പിണറായി ഇന്ന് പ്രകടിപ്പിച്ചത്. എന്ത് വൃത്തികേടും പറയാനും പ്രചരിപ്പിക്കാനും മടിയില്ലാത്തവരെ കേരളത്തിലെ CPM മാറി. രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയത് CPM ആണ്. ഇന്ത്യ മുന്നണിയേക്കാൾ CPMന് നല്ലത് NDA ആണ്. ആ ഘട്ടത്തിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. പിണറായിയും ഗോവിന്ദനും സുരേന്ദ്രനും മുരളീധരനും ഒന്നിച്ച് പത്രസമ്മേളനം നടത്തുന്ന കാഴ്ച മാത്രമേ ഇനി കേരളം കാണാനുള്ളൂ. ഒരേ വാചകങ്ങളാണ് അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം നടത്തിയവർ തീവ്രവാദികളാണെന്ന് കേരളം ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ദേശാഭിമാനി പത്രത്തിൽ വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർ തീവ്രവാദികളാണെന്ന് അവരുടെ പടങ്ങൾ നൽകിക്കൊണ്ട് വാർത്ത പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൂഢാലോചന നടത്തിയാണ് രൂപതയുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് അത് ചെയ്തത്. ചരിത്രത്തിലെ ഏറ്റവും മോശമാണ് കേരളത്തിലെ ഭരണകൂടം. അത് ചർച്ച ചെയ്യപ്പെടും. തൃശൂർ പൂരത്തിന്റെ തലേ ദിവസം രാത്രി മുതൽ പിറ്റേ ദിവസം രാവിലെ 7:30 വരെ കമ്മീഷണർ അഴിഞ്ഞാടിയെന്നാണ് പറയുന്നത്. സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന 2 മന്ത്രിമാരും കമ്മീഷണർ അഴിഞ്ഞാടിയത് അറിഞ്ഞില്ലേ? സ്ഥലത്തുണ്ടായിരുന്ന ADGPയും അറിഞ്ഞില്ലേ? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും അറിഞ്ഞില്ലേ? പിറ്റേ ദിവസമാണ് മുഖ്യമന്ത്രി അറിഞ്ഞത്. ഇത് BJPയെ സഹായിക്കാനുള്ള നാടകമായിരുന്നു. വർഗീയമാക്കി മാറ്റി BJP നേട്ടമുണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിച്ചത്. ഇവരെ NDAയിൽ പോയാൽ BJPയും CPMനെയും ഒന്നിച്ച് നേരിട്ടാൽ മതിയല്ലോ എന്നും സതീശൻ പരിഹസിച്ചു.